ആ ചാനലിലെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഇവര് കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം വാർത്തകൾ ചോർത്തി നൽകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പൊ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ശ്രീറാം അന്നുകൊണ്ട് ഒരു ശ്രീറാമാണ് കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീറാമിനെ സംബന്ധിച്ച് ശ്രീറാം നടത്തുന്നത് ഈ ഒരു നെഗോഷിയേഷൻ കച്ചവടമാണ്. അതിനുശേഷം ഈ പാർട്ടിക്ക് മുമ്പിൽ, കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലും ഒക്കെ ഇതേപോലെയുള്ള ഡാറ്റകൾ, വെറുതെ ഫേക്ക് ഡാറ്റാസ്, അതായത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ വേണമെങ്കിൽ ഗൂഗിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ, ആ ഡാറ്റ ഉണ്ടാക്കിയിട്ട് ആ ഡാറ്റ പ്രസന്റ് ചെയ്തിട്ട് ഇത് ഇത്ര പെർസെൻറ്റേജ് അവിടെ, അത്ര പെർസെൻറ്റേജ് അവിടെ എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പഠനമില്ലാതെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ആധികാരികമായിട്ട് കോൺഗ്രസിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കോൺഗ്രസ് ഇവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ, 2026 നീക്കിയാൽ സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ള ഒരു വൻ പരാജയമായിരിക്കും.